പരിസരത്തേക്ക് ട്രെയിൻ നമ്പർ 200909 തിരുവനന്തപുരം ഇപ്പോൾ കൃത്യസമയത്ത് ഓടിക്കൊണ്ടിരിക്കുന്നു. 16 മണിക്കൂർ 27 മിനിറ്റുകൾക്ക് 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. यात्रियों कृपया ध्यान दें, गाड़ी संख्या ഹലോ ഗൈസ്, വെൽക്കം ടു ദ എക്സ്പ്ലോറിസം. അപ്പോൾ നമ്മളിന്ന് മത്തേരനിലാണുള്ളത്. മത്തേരിൽ നിന്ന് നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ക്ലൈമറ്റാണ്. ഇവിടെ 2 ടൈപ്പ് സവാരികളുണ്ട്. ഒന്ന് കുതിര സവാരി, ഇതേപോലത്തെ ഇലക്ട്രിക് ഓട്ടോ സർവീസ് സവാരി ഉണ്ട്. അല്ലെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ ഇതുപോലെ നടന്നു പോകുന്നൊരു ഓപ്ഷനാണ്. ഇവിടെ ഒരു കവാടമുണ്ട്. ഇവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ടോയ് ട്രെയിനിൻ്റെ സ്റ്റേഷൻ. പക്ഷെ ഇന്ന് ടോയ് ട്രെയിൻ ഇല്ല. അമാൻ ലോഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷെ ഇന്ന് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്തൊരു കാര്യം കേട്ടത് ഈ യാത്രയിൽ. കാരണം ടോയ് ട്രെയിൻ ഈ മത്തേരനിലൂടെ ഇങ്ങനെ പോകുന്നൊരു ഫീല് വേറെ തന്നെയാണ്. ലൈഫിലൊരു ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഇത് ഇവിടുത്തെ ലോഡ്ജാണ് കേട്ടോ. വില്ലയാണ്, റിസോർട്ടൊക്കെ പോലത്തെ സെറ്റപ്പാണ്. ഒരുപാട് റിസോർട്ടുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. ഇതാണ് മത്തേരനിലെ ഒരു ബാർബർ ഷോപ്പ് കേട്ടോ. ഒരു മാർക്കറ്റ്, ചെറിയൊരു മാർക്കറ്റാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇവിടെ ഒറ്റയ്ക്ക് സിംഗിളായിട്ട് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ റൂം കിട്ടില്ല. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നമ്മൾ പ്രശ്നമൊന്നും ഇല്ലാത്ത ആളാണ്, വീട്ടിലൊന്നും പ്രശ്നം ഉണ്ടാക്കാതെ വന്നതാണ്, ഇവിടെ കാണാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൂം തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഒരാൾ വരാണ്ടെന്ന് പറഞ്ഞു വന്നിട്ട് നമുക്ക് റൂം കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് റൂം കിട്ടില്ല.
സിംഗിൾ പേഴ്സണ് ഒരിക്കലും ഇവിടെ റൂം കൊടുക്കില്ല ഇവിടെ ആരും. അങ്ങനെ പറഞ്ഞത് കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടുത്തെ മാർക്കറ്റ് ഫുൾ ടൈം ഓപ്പൺ ആണ്. അതായത് 24 hours മാർക്കറ്റ് ഓപ്പൺ ആണ് ഇവിടെ. പക്ഷെ ഇവിടെ സാധനങ്ങൾക്ക് നല്ല അത്യാവശ്യം നല്ല വില ഉണ്ട്. കാരണം ഒരു ചായക്ക് ഇവിടെ 25 രൂപയാണ് ചാർജ്, നോർമലായിട്ടുള്ളൊരു ചാർജ്. പിന്നെ ഇവിടെ ഈ നെറ്റ്വർക്ക് കണക്ഷൻ കുറവാണ്. ജിയോക്കൊന്നും തീരെ റേഞ്ച് ഇല്ല. അപ്പോൾ നമ്മൾ കൂടുതലും ഇവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ വൈഫൈ തരും. ബ്ലൂടൂത്ത് വൈഫൈ കണക്ട് ചെയ്തിട്ട് നമുക്ക് UPI പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ 1-2 ATM ഒക്കെ കണ്ടു. അവിടെ ATM ന്ന് ക്യാഷ് എടുക്കാമെന്ന് തോന്നുന്നത്. ഞാൻ കയ്യിൽ നോക്കിയിട്ടില്ല. ഈ സാധനമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, വലിച്ചു കൊണ്ടുപോകുന്നു. ഇവിടെ യൂണിയൻ ബാങ്കിൻ്റെ ATM ഒക്കെ ഉണ്ട്. ഇവിടുത്തെ പള്ളിയിൽ എന്തോ ഒരു ദർഗ എന്തോ നടക്കുന്നത് കേട്ടോ. എന്തോ ഒരു